ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2024 ബന്ധപ്പെട്ട് നമ്മുടെ കമൻസിലൂടെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചില സംശയങ്ങളുടെ മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ് കോളേജുകൾ അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, മാർക്ക് കുറഞ്ഞവർക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച്, ആ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിഗ്രിയുടെ ഓരോ അപ്ഡേറ്റ്സിനായിട്ടും അതാത് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് കോഴ്സിനാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 4 യൂണിവേഴ്സിറ്റിയുടെയും, അതായത് കേരള, കണ്ണൂർ, MG, കാലിക്കറ്റ് 4 യൂണിവേഴ്സിറ്റിയുടെയും ഇൻഡെക്സ് മാർക്ക് ഓരോ കോഴ്സിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഞാനൊരു വീഡിയോയുടെ അവസാനം എൻകാർഡിലായിട്ട് കൊടുത്തേക്കാം. നിങ്ങളപ്പോൾ അത് കണ്ടു നോക്കുക. പിന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രോസ്പെക്ടസിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം, കമ്പയർ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങൾ BA ഇംഗ്ലീഷിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ BA ഇംഗ്ലീഷിൻ്റെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് +2 ലഭിച്ച ടോട്ടൽ മാർക്ക് 1200-ൽ എത്ര മാർക്കാണോ നിങ്ങൾക്ക് +2 ലഭിച്ചത് അതേ പ്ലസ് ഇംഗ്ലീഷിന് നിങ്ങൾക്ക് +2 നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിന് ലഭിച്ച മാർക്ക് 2 പ്രാവശ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ BA ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ഡിഗ്രി അഡ്മിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഡെക്സ് മാർക്ക്. ഇൻഡെക്സ് മാർക്ക് ബേസ്ഡ് ആണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ചില യൂണിവേഴ്സിറ്റിയിൽ പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും ഓരോ കോഴ്സിനും ഓരോ കാറ്റഗറിയിലും എത്ര മാർക്ക് ഇൻഡെക്സ് ഉള്ള കുട്ടിക്കാണ് ലാസ്റ്റ് ആ ഒരു കോളേജിന് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ സപ്ലിമെൻ്ററി അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ടില്ലെങ്കിൽ അത് ഉടനെ വരും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് വരും. അങ്ങനെ വരുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് ഓപ്ഷൻസും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് താഴെ കിടക്കുന്ന 5ാമത് കിടക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ 2ാമത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവേണ്ട. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഡെമോ സഹിതമുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉള്ളവർക്ക് വരെയാണ് ഗവൺമെൻറ് കോളേജുകൾ ലഭിക്കുക എന്നുള്ളതാണ്. നമുക്കതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ വർഷവും അത് വ്യത്യാസമായിരിക്കും. കഴിഞ്ഞ വർഷത്തെ അത്രയും പെർസെൻറ്റേജ് ആയിരിക്കില്ല ഒരുപക്ഷെ ഈ വർഷം വരുന്നത്. ഇപ്പോൾ BCom പോലെയൊക്കെയുള്ള കോഴ്സുകളാണെങ്കിൽ അതൊക്കെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സുകളിലൊന്നാണ് BCom ഒക്കെ പോലുള്ള കോഴ്സുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് മാർക്ക് കുറവുള്ള കുട്ടികൾക്കൊക്കെ ആ കോഴ്സ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 95 എബവ് മാർക്സ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും ഇതുപോലെ BCom പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ടാവുക. നമ്മളിത് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപ്ഡേഷൻ്റെ ബേസിലാണ്. ഈ വർഷം ആ ഒരു പെർസെൻറ്റേജ് ആയിരിക്കില്ല, ഈ വർഷം വ്യത്യാസം ഉണ്ടായേക്കാം. എങ്കിലും ഏകദേശം ഒരു കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോട്ടൽ കോഴ്സുകൾ എടുക്കുമ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റുകൾ, ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിലൊക്കെ നല്ല മാർക്സ് 90 എബവ് മാർക്സ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് കോളേജുകൾ, ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഡെക്സ് വെച്ചിട്ടോ നമുക്ക് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ഉള്ളവർക്ക് കിട്ടാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷം ഇൻഡെക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണ ഉണ്ടാവും എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ തീരെ മാർക്ക് കുറഞ്ഞവർക്കൊക്കെ എങ്ങനെ കിട്ടാം, ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാം എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ തന്നെ കൂടുതൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സെൽഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഫീസ് അധികമായിട്ട് കൊടുത്തു പഠിക്കേണ്ട കോളേജുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം ഡിഗ്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചാൽ മതി, കുറച്ച് ഫീസ് അധികമായിട്ട് പഠിക്കാൻ സാഹചര്യം ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട എന്താണെന്ന് ചില വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. അതായത് ഇപ്പോൾ എയ്ഡഡ് കോളേജുകളിലാണ് കമ്മ്യൂണിറ്റി കോട്ടകൾ വരുന്നത്. അപ്പം ആ ഒരു എയ്ഡഡ് കോളേജ് ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരാണോ നടത്തുന്നത്
ആ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ ഒരു കോളേജിൽ 20% സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന എയ്ഡഡ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ, അപ്ലൈ ചെയ്യുന്ന വീഡിയോയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് അലോട്ട്മെൻറ്റ് വൈസ് ആണ് വരുന്നത്. പ്രത്യേകമായിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പ്രത്യേകമായിട്ട് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ റാങ്ക് ലിസ്റ്റ് വൈസ് ആണ് വരുന്നത്. അതായത് അതൊക്കെ ആ ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ കുറച്ച് മാർക്ക് കുറവുള്ളവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കോട്ടയാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗവൺമെൻറ് ഫീസ് തന്നെ ഉള്ളൂ കമ്മ്യൂണിറ്റി കോട്ടയിലും, അധികമായിട്ട് ഫീസ് നിങ്ങൾ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് മാനേജ്മെൻറ്റ് കോട്ടയാണ്. മാനേജ്മെൻറ്റ് കോട്ട എയ്ഡഡ് കോളേജുകളിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും വരുന്നുണ്ട്. 20% എയ്ഡഡ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് അലൗട്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ സെൽഫ് ഫിനാൻസ് കോളേജിൽ 50% വരുന്നത്. മാനേജ്മെൻറ്റ് കോട്ടയിലേക്കൊക്കെ നിങ്ങൾ ഏത് കോളേജാണോ നിങ്ങൾക്ക് താല്പര്യം ആ കോളേജുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനും പക്ഷേ നമ്മൾ ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്, അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് നിങ്ങൾക്ക് ഡൊണേഷൻ പോലെയുള്ള എമൗണ്ടുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ, അത് കുറച്ച് എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ സാഹചര്യമുള്ളവർക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു മാർഗം വരുന്നത് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കാണ്. അതായത് ഇപ്പോൾ SC ST OBC, അതുപോലെ OEC വിഭാഗം, അതുപോലെ EWS കാറ്റഗറി, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അത് പിന്നെ വരുന്നത് നമ്മുടെ NCC NSS അങ്ങനെയുള്ള വെയിറ്റേജ് ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർക്ക്, അതുപോലെ സ്പോർട്സ് കോട്ടയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കും ഈ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഈ അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. നിങ്ങൾക്ക് ജനറലായിട്ട് 3 അലോട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ചില ഫീൽഡുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതല്ലാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള എന്ത് കാര്യം വേണമെങ്കിലും, എന്ത് ഡേറ്റാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സുകളൊക്കെയാണ് കിട്ടിയെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും മസ്റ്റായിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് ഏത് കോളേജാണെങ്കിലും ഏത് കോഴ്സാണോ കിട്ടുന്നത് ആ ഒരു കോളേജിൽ പോയി നിങ്ങൾ മസ്റ്റായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ കോളേജിലും വരുന്ന സീറ്റ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടത്താറുണ്ട്. അതിനുശേഷം സപ്ലിമെൻ്ററി ചിലപ്പം 1-2 അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. സപ്ലിമെൻ്ററി 1, സപ്ലിമെൻ്ററി 2 എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ സീറ്റ് വേക്കൻസീസ് ആണ്. ഓക്കെ, അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ നടത്താറുണ്ട്. വീണ്ടും വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് സ്പോട്ട് അഡ്മിഷൻസ് നടത്താറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല പല അലോട്ട്മെൻറ്റ്സുകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മാർക്ക് കുറവാണെന്ന് കരുതി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് ലഭിക്കില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി 4 യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയിലുള്ള ഏത് കോളേജിലാണോ ലഭിക്കുന്നത് അവർ ആ ഒരു കോളേജിലേക്ക് മാറാം. അപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ അവരുടെ സീറ്റ് അവിടെ വേക്കൻ്റ് ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെ പല കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ പോളിടെക്നിക്കിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ DLED വരുന്നുണ്ട്, അതുപോലെ BSc നഴ്സിംഗ്, പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ നീറ്റ് എഴുതിയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെ പല പല കോഴ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ടേക്ക് മാറും. ഇവിടെ അവർക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഡിഗ്രിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റു കോഴ്സുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, അപ്പോൾ ഇവിടെ സീറ്റ് വേക്കൻസി വരികയാണ്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാർക്ക് കുറവൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ താഴോട്ട് ഇൻഡെക്സ് ഉള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത കൂട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ ടെമ്പററി അഡ്മിഷൻ, പെർമനൻറ്റ് അഡ്മിഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അതാത് ടൈമിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക് യു.